പതിവ് പോലെ ഒരു കഥയിൽ നിന്ന്, ഒരു നല്ല ചിന്തയിൽ നിന്ന് തുടങ്ങാം. ഒരിക്കൽ ഒരു ബയോളജി അധ്യാപകൻ പുഴു ചിത്രശലഭമായി മാറുന്ന പ്രക്രിയ വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. മെറ്റമോർഫോസിസ്. 2 മണിക്കൂറിനുള്ളിൽ പുഴുക്കൂടിനുള്ളിൽ നിന്നും ചിത്രശലഭം പുറത്തു വരുമെന്നും അതിനെ ആരും സഹായിക്കരുതെന്നും നിർദ്ദേശം നൽകി. ശേഷം അധ്യാപകനൊന്ന് പുറത്തുപോയി. ജിജ്ഞാസയോടെ ഈ പുഴുവിൽ നിന്ന് ചിത്രശലഭം വരുന്നത് കാത്തിരുന്ന വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് പുഴുക്കൂടിൽ നിന്ന് പുറത്തു വരാൻ ചിത്രശലഭം നടത്തുന്ന കഠിന പരിശ്രമം കണ്ടപ്പോൾ സഹതാപം തോന്നി. അവന് കുറച്ച് സ്നേഹവും അനുകമ്പയും ഒക്കെ ഇച്ചിരി കൂടുതലായിരുന്നു. അവൻ ആ കൂട് പൊളിച്ച് അതിനെ പുറത്തു വരാൻ സഹായിച്ചു. അതോടെ ചിത്രശലഭത്തിന്റെ ജീവൻ നഷ്ടമായി. തിരിച്ചു വന്ന അധ്യാപകൻ ഇതറിഞ്ഞപ്പോൾ കുട്ടികളോട് പറഞ്ഞു, പുഴുക്കൂടിൽ നിന്നും പുറത്തു വരാനായി ചിത്രശലഭം നടത്തുന്ന കഠിനശ്രമം പ്രകൃതി നിയമമാണ്. ആ കഠിന പരിശ്രമം മൂലമാണ് അതിന്റെ ചിറകുകൾക്ക് ശക്തി ലഭിക്കുന്നത്. ചിത്രശലഭത്തെ എളുപ്പം പുറത്തു വരാൻ സഹായിക്കുക വഴി സ്വന്തം ശ്രമത്തിലൂടെ ശക്തി നേടാനുള്ള അവസരമാണ് ആ വിദ്യാർത്ഥി ഇല്ലാതാക്കിയതെന്നും അധ്യാപകൻ വിശദീകരിച്ചു. ഓർക്കുക, ഒരു കള്ളം മറയ്ക്കാൻ 100 കള്ളം പറയേണ്ടി വരും അല്ലേ? ഒടുവിൽ എല്ലാ മറകളും നീക്കി സത്യം പുറത്തു വരികയും ചെയ്യും. എല്ലാ കാലത്തും എല്ലാവരെയും കബളിപ്പിക്കാനൊന്നും കഴിയില്ല. നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾക്ക് കള്ളം പറഞ്ഞു മാത്രമേ ആ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് എപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ആ നിമിഷം നിങ്ങൾ ഓർമ്മിക്കുക, ആ പ്രണയം അവസാനിച്ചു. നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിങ്ങൾ എപ്പോൾ കള്ളം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു, ആ നിമിഷം ആ സൗഹൃദം അവസാനിച്ചു. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ കള്ളം പറഞ്ഞു മാത്രമേ നിങ്ങൾക്ക് വീട്ടിൽ കയറാനും വീട്ടിൽ തുടരാനും കഴിയുന്നുള്ളൂ എന്ന അവസ്ഥ വന്നാൽ, ആ നിമിഷം ആ കുടുംബവുമായിട്ടുള്ള നിങ്ങളുടെ ജൈവിക ബന്ധം അവസാനിച്ചു. അതേത് മേഖലയിലും, തൊഴിലിടങ്ങളിലാവട്ടെ, പ്രണയ ഇടങ്ങളിലാവട്ടെ, സൗഹൃദ ഇടങ്ങളിലാവട്ടെ, നിങ്ങളുടെ വീടുകളിലാവട്ടെ, കള്ളത്തിന് ബന്ധങ്ങളെ ദ്രവിപ്പിക്കാൻ കഴിയും. നിങ്ങൾക്ക് മറ്റുള്ളവരോട് എപ്പോഴെങ്കിലും ദേഷ്യമോ വെറുപ്പോ തോന്നിയിട്ടുണ്ടെങ്കിൽ, നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരോട് ചിലപ്പോൾ വെറുപ്പ് തോന്നുക സ്വാഭാവികമാണ്. നമ്മളോട് അവർ മോശമായി പെരുമാറിയാൽ അത് വിരോധത്തിനും വഴിവെച്ചേക്കാം. ഇനി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും ചിലപ്പോൾ ആളുകൾ ദേഷ്യപ്പെടുന്നത് കാണാം. വെറുതെ അങ്ങ് ദേഷ്യപ്പെടുക, മനുഷ്യ സഹജമാണിതെല്ലാം. പക്ഷേ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ, നമുക്കൊരു പ്രയോജനവും തരാത്ത ഈ പ്രക്രിയ നമ്മുടെ വിലപ്പെട്ട സമയം എത്രത്തോളമാണ് കളയുന്നതെന്ന്? അത് നമ്മുടെ മാനസിക സമ്മർദ്ദം കൂട്ടുന്നു, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നു, വെറുപ്പും വിരോധവും നമ്മുടെ മനസ്സിന്റെ താളം തന്നെ തെറ്റിക്കുന്നു. സഹാനുഭൂതിക്കും സഹവർത്തിത്വത്തിനും ആഴത്തിലുള്ള ശത്രുത പോലും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഓർമ്മിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളിൽപ്പെട്ട് മനസ്സ് ചൂടാകാതെ മറ്റുള്ളവരിലെ നന്മയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു മനുഷ്യനെ കുത്തിക്കൊന്നാൽ പോലും അയാളത് സഹിച്ചുവെന്നു. പക്ഷെ നിങ്ങൾ ഇഞ്ചിഞ്ചായി ചില മനുഷ്യരെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. അവഗണിച്ചൊരു മനുഷ്യനെ ഇല്ലാതാക്കി മാറ്റും. അത്രയും വലിയ ശിക്ഷ നിങ്ങൾ വിധിക്കരുത് ഒരു മനുഷ്യനും. വിഖ്യാത മനഃശാസ്ത്രജ്ഞൻ വില്യം ജെയിംസിന്റേതാണ് വാക്കുകൾ. ഏത് ഇരുട്ടുമുറിയിലിരിക്കുന്ന ചെടിയാണെങ്കിലും ഇത്തിരി പ്രകാശം കണ്ടാൽ അങ്ങോട്ടേക്കൊന്ന് വളരും. ജീവിതത്തിൽ 1000 പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായാൽ നിങ്ങൾക്ക് പിന്നെ അത് മാത്രമായിരിക്കും പ്രശ്നം. പിന്നെ ബാക്കിയൊന്നും നിങ്ങൾ ആലോചിക്കുകയില്ല. നിങ്ങൾക്ക് കടുത്ത വയറുവേദന വരുമ്പോൾ, കടുത്ത പല്ലുവേദന വരുമ്പോൾ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും മാനസിക സംഘർഷങ്ങളെ കുറിച്ചോ ഒന്നും നിങ്ങൾ ആലോചിക്കാറേയില്ല. പണം, ബന്ധങ്ങൾ, തൊഴിൽ സമ്മർദ്ദങ്ങൾ എല്ലാം ഈ ശരീരത്തിന്റെ വേദനയിൽ മറയും. മറ്റെല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് വളരെ ചെറിയ പ്രശ്നങ്ങളായി മാറും. ആരോഗ്യമാണെല്ലാം. രാത്രി ഉടനീളം സുഖമായി ഉറങ്ങി രാവിലെ എണീറ്റിരിക്കാനാവുന്നത്, സ്വതന്ത്രമായി നടക്കുന്നതും ഓടുന്നതും, വേദനയില്ലാതെ ചിരിക്കുന്നതും, അനായാസമായി ശ്വാസമെടുക്കുന്നതും. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സംസാരിക്കുക. ഇത് സമാധാനം സൃഷ്ടിക്കുന്നു. പരസ്പരം സംസാരിച്ച് ആശയവിനിമയം നടത്തിയാൽ തീരാവുന്നതേയുള്ളൂ പ്രശ്നങ്ങൾ. അതിപ്പോൾ യുദ്ധത്തിന്റെ കാര്യമായാലും വ്യക്തിജീവിതത്തിലായാലും. പ്രിയപ്പെട്ടവരെ, ചിലരുടെ കാര്യത്തിൽ പക്ഷേ തിരിച്ചുമാണ്. ചിലപ്പോൾ അനാവശ്യമായി സംസാരിക്കുന്നതും ഉള്ള സമാധാനം കെടുത്തും. പക്ഷേ രണ്ടുപേർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുമ്പോൾ മൂന്നാമതൊരാളെ ആശ്രയിക്കാതെ നേരിട്ട് മുഖത്തോട് മുഖം അങ്ങനെ ശ്രമിക്കുക. ഓരോരുത്തരും നമ്മളെ അറിഞ്ഞ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അതിനോളം വലിയ ഭാഗ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് സൗഹൃദം നിലനിർത്തി നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. നമ്മുടെ ഈ യാത്രയും തുടരാം. അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ചിരിച്ചുകൊണ്ട് കൂടെ നിന്ന് സ്വാർത്ഥലാഭം നേടുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഒരു ചെറിയ മറുചിരി കൊണ്ട് നമുക്ക് മാറ്റി നിർത്താം. അവരോട് നമുക്ക് അകൽച്ച വേണ്ട. എന്തിനും ഏതിനും മറ്റുള്ളവരെ പഴിചാരുന്ന ദുസ്വഭാവമുണ്ട് ചിലർക്ക്. ശ്രദ്ധിച്ചിട്ടില്ലേ? വിമർശിക്കാൻ ഒരു ഇരയുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ആവേശമാണ്. ആവേശ കമ്മിറ്റിക്കാരായിട്ടുള്ള പഴിചാരുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും ഇവരുടെ വളഞ്ഞിട്ടുള്ള ആക്രമണത്തിൽ നിങ്ങൾ ഇരയായിട്ടുണ്ടാവില്ലേ? പറയുന്നതിന്റെ ആധികാരികതയൊന്നും ഇവർക്ക് പ്രശ്നമേ അല്ല. ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ വിഷയങ്ങളിലും പ്രശ്നത്തിന്റെ ഭാഗമുണ്ട്, അതുപോലെ പരിഹാരത്തിന്റെ ഒരു ഭാഗവുമുണ്ട്. കുറ്റം കണ്ടുപിടിക്കുന്നവർ എന്നും പ്രശ്നത്തിന്റെ ഭാഗത്തായിരിക്കും. ജീവിതത്തിൽ നിങ്ങളെ അത്രമേൽ ഓർമ്മിക്കുന്ന, നിങ്ങളെ അത്രമേൽ പ്രിയമുള്ളവരായി കരുതുന്ന ഒരാൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഇടം നേടുന്നതാവും ഈ ചെറിയ ജീവിതചക്രത്തിലെ ഏറ്റവും മനോഹരമായ കാര്യം. അതുകൊണ്ട് നമുക്കും ആരെയും വാക്കിനാൽ വേദനിപ്പിക്കാതിരിക്കാം.
പ്രിയപ്പെട്ടവർ സ്നേഹത്തിലായാലും ദേഷ്യത്തിലായാലും പറയുന്ന വാക്കുകൾ മനസ്സിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിന് സംശയമേ വേണ്ട. ചിലരുടെ മനസ്സിലത് ഭൂചലനത്തിന് സമാനമായ ഒരു പ്രതീതിയാണ് സൃഷ്ടിക്കുക. എല്ലാം ഇടിഞ്ഞ് താഴ്ന്നുവെന്ന് തോന്നും, ഇല്ലെങ്കിൽ മുറിവേറ്റ് രക്തം കിനിയുന്നുവെന്ന് തോന്നും. കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരുടെ ലക്ഷ്യം അപരന്റെ മേൽ അധീശത്വം കൈവരിക്കുക തന്നെയാണ്. ഇവിടെ ഒരു തിരിച്ചുപോക്ക് നമുക്ക് സാധ്യമേ അല്ല. പക്ഷേ ഇനിയും ഒട്ടേറെ ദൂരം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഒരു പുഴ നമ്മളോട് പറയുന്നത് പോലെ ഒരു പുഴയും തിരിച്ചൊഴുകുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം. ഒഴുകുന്ന പുഴ മുന്നിലുള്ള പാറക്കെട്ടുകളിലും മുന്നിലുള്ള എല്ലാ കുത്തൊഴുക്കുകളിലും വളവുകളിലും തടസ്സങ്ങളെയും അതിജീവിച്ചാണല്ലോ മുന്നോട്ട് പോവുക. ആ യാത്രയിൽ നമുക്ക് വിജയം മാത്രം സ്വപ്നം കാണാം. കാരണം വിജയത്തെ സ്വപ്നം കാണാതെ അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചിറക് തളരുമ്പോൾ വന്നിരിക്കാൻ ചിഹ്നയില്ലെങ്കിൽ പിന്നെ പറക്കാൻ എന്തിനാണ് ആകാശം എന്ന് ചോദിക്കാറുള്ളൂ. ആകാശത്ത് പറന്നു നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വന്നിരിക്കാൻ ചില ചിഹ്നങ്ങൾ നമുക്ക് വേണം. നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങളിൽ നമ്മൾ എത്രമാത്രം അവഗണിച്ചാലും നമ്മളെ തേടി വരുന്ന ഒരാളുണ്ടെങ്കിൽ, നമ്മൾ എത്ര തെറ്റുകൾ ചെയ്യുമ്പോഴും നമ്മളോട് നിരന്തരം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും അയാളെ നിങ്ങൾ കൈവിട്ട് കളയും. വന്നിരിക്കാൻ നമുക്കൊരു ചില്ല വേണം കേട്ടോ. എത്ര ആകാശത്തിൽ പറക്കും. അമ്പലത്തിലോ പള്ളിയിലോ പോയിട്ടില്ല, എങ്കിലും നിനക്കായി നിവർന്നു നിന്ന മുള്ളുകൊണ്ടതിന്റെ ഹൃദയത്തിലായിരുന്നു. എത്ര കാലം താങ്ങി നടന്നാലും വള്ളി പൊട്ടിയാൽ വലിച്ചെറിയുന്ന ബന്ധമേ അതിനുള്ളൂ. ചെരുപ്പ് കൊള്ളാം കേട്ടോ. എല്ലാം നഷ്ടപ്പെടുന്നതായി തോന്നി തുടങ്ങുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർമ്മിക്കണം, ചുറ്റുപാടുമൊന്ന് നോക്കണം. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന മരങ്ങളെ ഒന്ന് നോക്കണം. എല്ലാ വർഷവും മരങ്ങളുടെ ഇല കൊഴിയും, എന്നിട്ടും അവ തല ഉയർത്തി തന്നെ നിൽക്കും. വസന്തത്തിനായുള്ള കാത്തിരിപ്പാണ്. എല്ലാം നഷ്ടപ്പെട്ടാലും ഒരു സമയം നിങ്ങളുടേതായി വരും. ഇലകൾ കൊഴിഞ്ഞേക്കാം, പക്ഷേ വസന്തത്തിന് വരാതിരിക്കാൻ കഴിയില്ല. അതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അടയാളപ്പെടുത്തും. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കണം. ഒഴുകുന്ന പുഴ ഇടയ്ക്കുള്ള മാർഗതടസ്സങ്ങളെക്കുറിച്ച് ആലോചിക്കാറേയില്ല. നിങ്ങൾ ഏത് തത്വചിന്തയിൽ വിശ്വസിച്ചാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ ഗെയിം ചേഞ്ചിങ് ആയ അവസരങ്ങൾ വല്ലപ്പോഴും മാത്രമേ ലഭിക്കുകയുള്ളൂ. ലഭിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായും വിനിയോഗിക്കുക. തീർച്ചയായും ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ വർത്തമാനകാലത്തെ ഫലപ്രദമായി ഉപയോഗിച്ചാൽ മാത്രമേ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാനാകൂ. ഉടൻ പ്രവർത്തിക്കുക എന്നതാണ് ഇതിനുള്ള ഒരേ ഒരു പ്രതിവിധി. അമേരിക്കൻ തത്വചിന്തകനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഫ്രാങ്ക്ലിൻ പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഇന്നു ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരിക്കലും നാളത്തേക്ക് മാറ്റിവെക്കരുത്. അത് അങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, എനിക്കിങ്ങനെ ചെയ്യാമായിരുന്നു, എനിക്കതുണ്ടായിരുന്നെങ്കിൽ, ഞാൻ അല്പം കൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ. ഇതെല്ലാം ജീവിതത്തിലെ ഏറ്റവും നിരാശാജനകമായ വാക്കുകളാണെന്നാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്നത്. ജീവിതത്തിൽ പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിർബന്ധമായും ഉപേക്ഷിക്കേണ്ട 4 കാര്യങ്ങൾ പറയാം. കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് അവസാനിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തത്. ചെയ്തത് ചെയ്തു, സംഭവിച്ചത് സംഭവിച്ചു, ഇനി അത് മാറ്റാൻ നമുക്കാവില്ല. ആകെ ചെയ്യാനാവുന്നത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ്. ഓരോ വീഴ്ചയും ഓരോ അധ്യായമാണ്. ആ അധ്യായങ്ങൾ പഠിച്ച് പുതിയ അധ്യായങ്ങളിലേക്ക് കടക്കുക. രണ്ടാമത്തത്, ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്നത് നിർത്തുക എന്നതാണ്. ഓവർ തിങ്കിങ് നടത്തി ഫ്യൂച്ചറിസ്റ്റിക്കായി ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് ആശങ്കപ്പെടുകയും വേണ്ട. എന്തെന്ന് ആർക്കും അറിയാത്ത ഭാവിയെക്കുറിച്ചുള്ള വേവലാതികൾ നിങ്ങളെ തളർത്തുകയുള്ളൂ. മുന്നിൽ വരുന്ന എന്തിനേയും നേരിടാൻ നിങ്ങൾക്ക് കഴിയുമെന്നേ. മൂന്നാമതായി അവസാനിപ്പിക്കേണ്ടത് സന്തോഷത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നതാണ്. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമായിരിക്കണം. ഐ എം സോറി, ക്ഷമിക്കണം. ഐ ഡു അപ്പോളജൈസ്. മരുന്നു പോലെ ശക്തിയുള്ള വാക്കാണ് ക്ഷമിക്കണം എന്നുള്ള വാക്ക്. സോറി അല്ലെങ്കിൽ ക്ഷമിക്കണം എന്നത് പറയുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിക്കും അവർക്ക് തമ്മിൽ ഒരു മാജിക് പോലെയാണ് ക്ഷമിക്കണമെന്ന വാക്ക് പ്രവർത്തിക്കുക. വളരെ ചെറുതും നിസ്സാരവുമായ കാരണമാകും പലപ്പോഴും വാഗ്വാദത്തിനും ഷണ്ഠയ്ക്കും വഴിവെക്കുന്നത്. ക്ഷമിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്ത സമീപനമാണ് രണ്ടു കൂട്ടരും തുടരുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാം. അത് വീട്ടിലാണെങ്കിലും സമൂഹത്തിലായാലും തൊഴിലിടത്തിലായാലും. ക്ഷമയും അത് പ്രകടിപ്പിക്കാനുള്ള സന്മനസ്സും ഉദിച്ചാൽ മഞ്ഞുമല ഉരുകുന്നത് പോലെ വിദ്വേഷത്തിന്റെ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാവും. പഴയകാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് അതേപോലെ സ്കൂളിലേക്ക് കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ പോയ കുട്ടികളാണ് ഇന്നത്തെ രക്ഷിതാക്കൾ. ഇനി മാതാപിതാക്കളോട് ഒരു കാര്യം പങ്കുവെക്കാനുണ്ട്. അത് ഖലീൽ ജിബ്രാന്റെ വാക്കുകളാണ്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല. നിങ്ങൾ അവർക്ക് സ്നേഹം നൽകിക്കൊള്ളൂ, പക്ഷേ ചിന്തകൾ നൽകരുത്. അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. അവരെ പോലെയാകാൻ നിങ്ങൾക്ക് പരിശ്രമിക്കാം, പക്ഷേ അവരെ ഒരിക്കലും നിങ്ങളെപ്പോലെ ആക്കാൻ ശ്രമിക്കരുത്. ജീവിതം പിന്നോട്ട് പായുന്നില്ല, ഇന്നലെയിൽ തുടങ്ങി നിൽക്കുന്നതുമില്ല.